Hi all, welcome back to our channel. അപ്പോൾ BSc ബോട്ടണി സെക്കൻഡ് സെമസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ലൈക്കൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ് ലൈക്കൻ്റെ, ലൈക്കൺ എങ്ങനെയാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആവുന്നത്, ഈ സോയിൽ ഫോർമേഷനിലും അതുപോലെ തന്നെ സീറോ സിയറിലെ പൈനിയർ സ്പീഷീസ് ആയിട്ട് എന്ത് പങ്കാണ് ലൈക്കൻസ് വഹിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് 5 മാർക്കിൻ്റെതും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെതും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. എസ് എ ടൈപ്പിൽ അങ്ങനെ വന്നിട്ടില്ല, വന്നൂടെ അങ്ങനെ വരില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരാം. അതിലേതെങ്കിലും നമുക്കറിയാം മൈക്രോബയോളജിന്നോ മൈക്കോളജിന്നോ പ്ലാന്റ് പാത്തോളജിന്നോ ലൈക്കണോളജിന്നോ ഏതെന്ന് വേണമെങ്കിലും എസ് എ ടൈപ്പ് ചോദിക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈക്കൻസ് എന്താവുന്നത്, എങ്ങനെയാണ് ലൈക്കൻസ് എക്കോളജിക്കൽ റോൾ വഹിക്കുന്നത്, എങ്ങനെയാണ് എക്കോളജിക്കൽ സക്സഷനിൽ അതിൻ്റെ പങ്ക് വഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയാം. എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ റെഗുലർ സക്സഷൻ ഇൻ എ പർട്ടിക്കുലർ ഏരിയ until a final stable community emerges. എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി വരുന്നത് വരെ. അപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സക്സഷനിലും ഫോറസ്റ്റ് ആണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി. ആ ഫോറസ്റ്റ് എക്കോസിസ്റ്റം വരുന്നത് വരെ പല തരത്തിലുള്ള സ്റ്റേജുകളും കടന്നു പോകും. ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് മുതൽ വലിയ റൂട്ടഡ് ആയിട്ടുള്ള വലിയ ആൻജിയോസ്പേം വരെ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയിരിക്കും, പിന്നെ അവിടേക്ക് മോസ് വരുന്നു, റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നു, അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നു. അങ്ങനെ ഓരോ പ്ലാന്റ് കമ്മ്യൂണിറ്റി ഇങ്ങനെ അപ്പിയർ ചെയ്യും ഡിസപ്പിയർ ചെയ്യും ചെയ്യുന്ന എന്നിട്ട് അവസാനം ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ഇവിടെ എന്താണ്, ഇതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. ഇവിടെ ഒരു ഏരിയ അല്ലെങ്കിൽ ലൊക്കാലിറ്റിയിൽ സക്സസീവ്ലി കോളനൈസ്ഡ് ബൈ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്, പല കമ്മ്യൂണിറ്റീസ് വന്നിട്ട് ആ ഒരു ഏരിയനെ കോളനൈസ് ചെയ്യണം. ഈ പല കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പം ലൈക്കൻസ് ആവാം, അല്ലെങ്കിൽ മോസുകളാവാം, ഫേണുകളാവാം, പിന്നെ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം, അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റികൾ വന്നിട്ട് എന്താ സക്സസീവായിട്ട് ആ ഒരു ഏരിയനെ കോളനൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇപ്പോൾ ലൈക്കൻസ് ആണ് വന്നതെന്ന് വിചാരിക്കാം. ആ ലൈക്കൻസ് അവിടെ നിന്ന് പോയിട്ട് പിന്നെ അവിടെ വേറെ മോസുകൾ വരാം. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റികളും ഇങ്ങനെ മാറി മാറി വരുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അവസാനം ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ആക്ച്വലി എന്ത് എക്കോളജിക്കൽ സക്സഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്കോളജിക്കൽ സക്സഷനിൽ നമ്മൾ 2 എക്കോളജിക്കൽ സക്സഷൻ ആണ് പറയുന്നത്. ഒന്ന് നമ്മുടെ സീറോ സിയറും ഹൈഡ്രോസിയറും. സീറോ സിയർ എന്ന് പറയുന്നത് ഒരു ബെയർ ആയിട്ടുള്ള റോക്ക് നിന്ന് പിന്നീട് അതെന്താണ് ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആയിട്ട് മാറുന്നതാണ് സീറോ സിയർ. ഇനി ഹൈഡ്രോസിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റം, ഒരു കുളം പിന്നീട് ഒരു എന്തായിട്ട് മാറാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലേക്ക് മാറുന്നതാണ് ഹൈഡ്രോസിയർ. അപ്പോൾ സീറോ സിയറിൽ ഈ ബെയർ ആയിട്ടുള്ള റോക്ക്, നമ്മുടെ റോക്ക് സർഫസിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, വാട്ടർ ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആ വാട്ടർ കുറവായിരിക്കും, പിന്നെ ഓർഗാനിക് മാറ്റേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു മറ്റുള്ള ചെടികൾക്ക് വളരാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ റോക്കുകൾ ഉണ്ടായിരിക്കുക, പാറകൾ ഉണ്ടായിരിക്കുക. ഇവിടെയാണ് ആര് വരുന്നത്, നമ്മുടെ ലൈക്കൻസ് ആദ്യമായിട്ട് അവിടേക്ക് വരികയാണ്, ആ റോക്കിലേക്ക് വരികയാണ്. പിന്നീട്
ആ ലൈക്കൻസ് കഴിഞ്ഞിട്ട് ആദ്യം ക്രസ്റ്റോസ് ലൈക്കൻസ് വരുന്നു, പിന്നെ ഫോളിയോസ് ലൈക്കൻസ് വരുന്നു, പിന്നെ മോസ് വരുന്നു, ഹെർബ് വരുന്നു, ഷ്രബ് വരുന്നു, ഫോറസ്റ്റ് വരുന്നു. അങ്ങനെ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ എന്താണ് മാറി അവസാനം ഒരു ഫൈനൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റേജിലേക്ക് എത്താണ്. ഇതിൽ നമ്മൾ നമുക്ക് ക്രസ്റ്റോസ് ലൈക്കൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു ഈ റോക്കിൽ സോയിലോ വാട്ടറോ ഒന്നുമില്ല, ന്യൂട്രിയൻസും ഇല്ല, പിന്നെ ആങ്കർ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇല്ല, അതായത് പിടിച്ചു നിൽക്കാനുള്ള ഫെസിലിറ്റീസും ഇല്ല, പിന്നെ സണ്ണിൻ്റെയും സ്റ്റോമിൻ്റെയും ഒക്കെ കൂടുതലായിട്ടുള്ള എക്സ്പോഷറും ഈ ഒരു റോക്കിൻ്റെ ഏരിയയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഏരിയയിൽ ഈ ഒരു റോക്കിൻ്റെ പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര അതിന് സോയിലില്ല, വാട്ടർ ഇല്ല, ന്യൂട്രിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ചെടികൾക്ക് അവിടെ വളരാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ കണ്ടീഷനിലും നമ്മുടെ ക്രസ്റ്റോസ് ലൈക്കന് എന്ത് ചെയ്യാൻ പറ്റും, ഈ റോക്കിനെ കോളനൈസ് ചെയ്തിട്ട് അവിടെ ഒരു പൈനിയർ സ്പീഷീസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ പൈനിയർ കമ്മ്യൂണിറ്റി ആവാൻ പറ്റും. പൈനിയർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ഇടം കോളനൈസ് ചെയ്യുന്നവരെയാണ് നമ്മൾ പൈനിയർ കമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ക്രസ്റ്റോസിന് എന്ത് ചെയ്യാൻ പറ്റും, ആ റോക്കിനെ കോളനൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വെറ്റായിട്ടുള്ള വെതറിൽ നന്നായിട്ട് ഫ്ലറിഷ്ഡ് ആവും, നന്നായിട്ട് വളരും. ഇനി ഡ്രോട്ടിൻ്റെ കണ്ടീഷനിൽ എന്താണ്, അവിടെ ഡെസിക്കേഷൻ ആണ് സംഭവിക്കുക, അതിങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കും. എന്നാൽ പോലും അത് അവിടെ എന്തുണ്ടായിരിക്കും, ആ ഒരു ഡോർമെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കും. നമുക്കറിയാം ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഫംഗസിൻ്റെയും നമ്മുടെ ഫഞ്ചയുടെയും ആൽഗയുടെയും സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്ത് ശരിക്കും ലൈക്കൻസ്. അപ്പോൾ ഈ ഫംഗൽ കമ്പോണന്റിന്റെ ഒരു പ്രത്യേകത എന്താണ്, നമ്മുടെ ആൽഗേനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രോട്ടിൽ നിന്ന് ആൽഗേനെ പ്രൊട്ടക്റ്റ് ചെയ്യും ആര്, ഈ ഫംഗൽ കമ്പോണന്റ്. മറിച്ച് ആൽഗയിൽ നിന്ന് എന്ത് എടുക്കും, ആവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഈ ഫംഗൽ കമ്പോണന്റ് എടുക്കും. ഈ ലൈക്കൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് റെയിൻ വാട്ടറിന് ലാർജ് ക്വാണ്ടിറ്റി, മഴവെള്ളത്തിൽ നിന്ന് ഒരുപാട് വെള്ളം വലിച്ചെടുത്ത് അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ലൈക്കൻസിന് പറ്റും. അതുപോലെ തന്നെ ഈ ലൈക്കൻസ് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, ഈ ലൈക്കൻസിൻ്റെ താലെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ കാർബൺ ഡയോക്സൈഡ് വാട്ടറായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഈ കാർബോണിക് ആസിഡ് എന്ത് ചെയ്യും, നമ്മുടെ ഈ പാറേനെ കൊറോഡ് ചെയ്യിക്കും, അല്ലെങ്കിൽ പാറേനെ ഇങ്ങനെ പൊടിയിക്കും. ആസിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ആസിഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ റോക്കിന് ചെറിയതായിട്ടുള്ള രീതിയിൽ കൊറോഷൻ സംഭവിക്കും. ഇത് കാരണം എന്ത് സംഭവിക്കും, റോക്കിൻ്റെ വെതറിങ് ഉണ്ടാവും. റോക്ക് വെതർ ചെയ്തിട്ട് അവിടെ സോയിലിൻ്റെ ഫോർമേഷൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ റൈസോയിഡിന് നല്ല രീതിയിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു മിനറൽ മാറ്ററിൻ്റെ ഒരു തിൻ ലെയർ ഉണ്ടാക്കാനായിട്ട്, ആ മിനറൽ മാറ്ററിൻ്റെ തിൻ ലെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഈ റൈസോയിഡിന് പറ്റും. അതുപോലെ നമ്മൾ റെയിൻ വഴി നൈട്രജനും ഈ ഒരു സർഫേസിൽ എത്തും. ആ സമയത്ത് അപ്പോൾ ഇവിടെയുള്ള കണ്ടീഷൻസ് ഒക്കെ എന്തായി, ഈ ക്രസ്റ്റ് ലൈക്ക് താലസ് വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുണ്ട്. നൈട്രജൻ വന്നു, ചെറിയ രീതിയിലുള്ള കൊറോഷൻ സംഭവിച്ചിട്ട് എന്താണ്, ആ ഒരു ക്രസ്റ്റോസ് ലൈക്കണ് അവിടെ നിൽക്കാനുള്ള ഒരു അവസ്ഥ വന്നു. ഈ ക്രസ്റ്റോസ് ലൈക്കൺ എങ്ങനെയാണ് നമ്മുടെ റോക്കിലേക്ക് എത്തുന്നത്, ഒന്നെങ്കിൽ വിൻഡ് വഴിയുള്ള നമ്മുടെ സ്പോർസോ അല്ലെങ്കിൽ ലൈക്കൻ്റെ ഫ്രാഗ്മെൻസോ അല്ലെങ്കിൽ സൊറീഡിയോ വഴിയാണ് ഇത് റോക്കുകളിലേക്ക് എത്തുന്നത്. ഇനി ലൈക്കൻ സ്റ്റേജിൽ ഉള്ള പ്രധാനമായിട്ട് ഈ ക്രസ്റ്റോസ് ലൈക്കൻ സ്റ്റേജിലുള്ള പ്രധാനമായിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൈസോകാർപ്പൺ, പിന്നെ റൈനോഡിന, ലെക്കാമോറ, ഇതൊക്കെയാണ് എന്ത്
പൈനിയർ സ്റ്റേജിലുള്ള ലൈക്കൻസ്, ക്രസ്റ്റോസ് ലൈക്കൻസ്. ഈ ലൈക്കൻസിന് നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ആയിട്ട് അവിടെ റോക്കിന്റെ കൊറോഷൻ സംഭവിക്കുന്നുണ്ട്. അത് കൂടാതെ ഈ ലൈക്കൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചില ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫഞ്ചൈന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഫഞ്ചൈ ചില ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഈ ലൈക്കൻസിലും ചില ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് വീണ്ടും എന്തിന് കാരണമാവും, നമ്മുടെ റോക്കിന്റെ വെതറിങ്ങിന് കാരണമാവും, റോക്ക് പൊടിയാനുള്ള കാരണമാവും. എന്നിട്ട് ലൈക്കൻസ് എന്ത് ചെയ്യൂടാ, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കൊറോഷൻ അല്ലെങ്കിൽ റോക്കിന്റെ ഡീകമ്പോസിഷൻ നടക്കും. അതിന്റെ കൂടെ തന്നെ എന്തും ഉണ്ടാകും, ഇതിന്റെ ഈ ലൈക്കൻസിലും ഡീകമ്പോസിഷൻ നടക്കുമല്ലോ. ലൈക്കന്റെ ഡീകമ്പോസിഷനും ഈ ഒരു റോക്കിന്റെ ഡീകമ്പോസിഷനും നടന്നിട്ട് അവിടെ എന്താണ്, ഒരു ഹ്യൂമസ് കണ്ടന്റ് വരികയാണല്ലോ അവിടെ. അപ്പൊ എന്താണ്, അവിടെ മറ്റുള്ള വെജിറ്റേഷന് ഗ്രോ ചെയ്യാനുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാണ്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ എന്താണ്, സോയിലിന്റെ ഒരു ചെറിയ രീതിയിൽ ഒരു സോയിൽ ഫോർമേഷൻ അവിടെ നടക്കുകയാണ്. അതിന്റെ കൂടെ ഒരു എന്താ പറയാ, നമ്മുടെ ലൈക്കന്റെ താലസ് ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് മറ്റ് വെജിറ്റേഷന് ഇവിടെ കോളനൈസ് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ കണ്ടീഷൻ വരികയാണ്. പക്ഷേ നമ്മുടെ ക്രസ്റ്റോസ് ലൈക്കന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സോയിൽ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാണ്ട് അവിടെ നിൽക്കാൻ, ഈ ക്രസ്റ്റോസ് ലൈക്കന് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല, സോയിൽ ഫോർമേഷൻ നടക്കുന്നതുകൊണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ക്രസ്റ്റോസ് ലൈക്കന് അവിടെ വളരാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഫോളിയോസ് ലൈക്കന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സോയിൽ വളരാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ക്രസ്റ്റോസ് ലൈക്കൻസ് അവിടെ നിന്ന് നശിച്ചു പോയിട്ട് അവിടെ ഫോളിയോസ് ലൈക്കൻസ് വരും. ഓക്കെ, ഫോളിയോസ് ലൈക്കൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫോളിയോസ് ലൈക്കൻസിന് അവിടെ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രസ്റ്റോസ് ലൈക്കന്റെ ഒരു സബ്സ്ട്രാറ്റ് ഉണ്ടായിരിക്കും, അവിടെ സോയിൽ ഫോം ചെയ്തതുണ്ടായിരിക്കും. അവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സബ്സ്ട്രാറ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ഒരു ഫോളിയോസ് ലൈക്കന് നിൽക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഈ ക്രസ്റ്റോസ് ലൈക്കനും ആ ഒരു സോയിൽ ഫോർമേഷനും വഴി. ഓക്കെ, മെയിനായിട്ട് ഫോളിയോസ് ലൈക്കൻ സ്റ്റേജിലുള്ള ഇതെന്തൊക്കെയാണ്, സ്പീഷീസ് ഏതൊക്കെയാണ്, പാർമേലിയ, ഡെർമറ്റോകാർപ്പൺ. ആ ഡെർമറ്റോകാർപ്പൺ അതൊക്കെയാണ് ആ ഒരു സ്റ്റേജിൽ ഫോളിയോസ് ലൈക്കൻ ഫോളിയോസ് ലൈക്കനുകൾ, ആ കോളനൈസ് ചെയ്യുന്ന ഫോളിയോസ് ലൈക്കനിൽ വരുന്നതാണ് പാർമേലിയും ഡെർമറ്റോകാർപ്പൺ ഒക്കെ. അതിനൊരു ലാർജ് ലീഫ് ലൈക്ക് താലിയാണ് ഉണ്ടാവുക. നമുക്കറിയാം ഫോളിയോസ് ലൈക്കനിൽ ഫോളിയോസ് എന്ന് ഉദ്ദേശിക്കുന്നതിന് ലീഫ് ലൈക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ക്രസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിൽ വളരുന്ന ആ ഒരു ക്രസ്റ്റ് ലൈക്ക് താലസ് ആണ് അതിനുണ്ടാവുന്നത്. ഇതിന് ലീഫ് ലൈക്ക് താലസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും, കുറെ വാട്ടർ അബ്സോർബ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യാനും പറ്റും. അത് കാരണം എന്തുണ്ടാവും, കുറച്ചുകൂടെ സബ്സ്ട്രാറ്റം രൂപപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും, വെതറിങ് ഓഫ് റോക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ ഇത് എടുത്ത വാട്ടറും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ചേർന്നിട്ട് ഹ്യൂമസ് ഉണ്ടായതും അതെന്തിന് കാരണമാകും, ആ റോക്കിന്റെ സർഫസിൽ ഒരു തിൻ ലെയർ പോലെ സോയിൽ ഫോം ചെയ്യും. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും, റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇനി എക്കോളജിക്കൽ റോൾ ഓഫ് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ലൈക്കൻസിന് എക്കോളജിക്കൽ സക്സഷനിൽ വലിയ റോളുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ പയനിയർ കോളനൈസർ ആണ്. ആദ്യമായിട്ട് ഒരു ബെയറായിട്ടുള്ള ബാരൻ റോക്കിൽ ഒന്ന് കോളനൈസ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ലൈക്കൻസ് ആണ്, ക്രസ്റ്റോസ് ലൈക്കൻസ് ആണ്. എക്സ്പെഷ്യലി ആദ്യം വരുന്നത് ക്രസ്റ്റോസ് ആണ്, പിന്നീട് ഫോളിയോസ് ലൈക്കൻ ആണ് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ മിനിമം വാട്ടർ ആണ് ന്യൂട്രിയൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റുള്ള വെജിറ്റേഷന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ ക്രസ്റ്റോസ് ലൈക്കൻ്റെ പ്രത്യേകത എന്താണ്, അതിന് ബെയർ റോക്കിലും ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മുടെ ഫോളിയോസ് ലൈക്കൻസ് വരും. ഈ ലൈക്കൻസ് എന്ത് ചെയ്യും, ബയോളജിക്കൽ വെതറിങ് നടത്തും. ഇതിൻ്റെ റോക്സിനെ പതിയെ കൊറോഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും,
സ്മോൾ ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഫോം ചെയ്യിക്കും. അതിന് കാരണം എന്താണ്? അതിൽ ഉണ്ടാക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് പോലുള്ള ആസിഡുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് നടത്തുന്നത്. നമ്മൾ പറഞ്ഞാൽ ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും ആ താലസ്, അത് കാർബോണിക് ആസിഡായിട്ട് മാറും, മാത്രമായിട്ട് ചേർന്നിട്ട് അത് കൊറോഷന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്രസ്റ്റേഴ്സ് ലൈക്കനിലുള്ള മറ്റുള്ള സ്പീഷീസുകൾ എന്ത് ചെയ്യും? ചെറിയ രീതിയിലുള്ള ആസിഡുകൾ, ഓർഗാനിക് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റോക്കിന്റെ പാർട്ടിക്കിൾസും ലൈക്കന്റെ താലസും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സോയിലിന്റെ തിൻ ലെയർ ഫോം ചെയ്യും അവിടെ. അതുപോലെ നമ്മുടെ ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ സോയിൽ സ്റ്റെബിലൈസേഷന് സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏജൻസ് ആണ്. ഇത് എന്ത് സംഭവിക്കും? ഈ സോയിൽ ഫോർമേഷൻ കാരണം എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് അവിടെ വളരാൻ പറ്റും. ആ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വളർന്ന് സോയിൽ ഫോർമേഷൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ വലിയ ഹയർ കമ്മ്യൂണിറ്റി അവിടെ വന്നിട്ട് കൊളനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ആദ്യം ഈ ഒരു ബെയർ റോക്കിനെ സോയിലാക്കി മാറ്റുന്നത്? നമ്മുടെ ലൈക്കൻസ് ആണ്. ഈ പൈനിയർ സ്പീഷീസ് ആയിട്ടുള്ള ലൈക്കൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് എങ്ങനെ ലൈക്കൻസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇനി നോക്കാനുള്ളത് ലൈക്കൻസ് എങ്ങനെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ലൈക്കൻസ് എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് എന്ത്? ലൈക്കൻസ്. ഓക്കെ, അതായത് ഈ ലൈക്കൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എയർ പൊല്യൂട്ടൻസിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വളരാനായിട്ട് ആർക്ക് പറ്റില്ല? ഈ ലൈക്കൻസിന് പറ്റില്ല. അപ്പോൾ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ബയോ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈക്കൻസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ലൈക്കൻസ് എന്ന് പറയുന്നത് എയർ പൊല്യൂട്ടൻസിനോടുള്ള ലൈക്കൻസിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ ലൈക്കണിനും ഓരോ സെൻസിറ്റിവിറ്റിയാണ്. ചിലത് നല്ല സെൻസിറ്റീവ് ആയിരിക്കും, ചിലത് അത്രത്തോളം സെൻസിറ്റിവിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ മൈക്രോബയോണ്ടും ഫൈക്കോബയോണ്ടും തമ്മിലുള്ള സ്ട്രോങ് ഡിപ്പെൻഡൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സെൻസിറ്റിവിറ്റി. നല്ല സ്ട്രോങ് ആയിട്ട് മൈക്രോബയോണ്ടും ഫൈക്കോബയോണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്കൻ എന്ന് പറയുന്നത് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈക്കൻ ആയിരിക്കും. അതായത് ഈ മൈക്രോബയോണ്ടിന് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫൈക്കോബയോണ്ടിൽ നിന്നാണ് കിട്ടുന്നത്. ആ ഒരു എനർജി നീഡ് എന്ന് പറയുന്നത് ആ ഒരു ലൈക്കൻ്റെ സെൻസിറ്റിവിറ്റീനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനർജി നീഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലൈക്കണിലെ മൈക്രോബയോണ്ടും ഫൈക്കോബയോണ്ടും തമ്മിലുള്ള ഡിപ്പെൻഡൻസി സ്ട്രോങ് ആവും. അപ്പോൾ എന്താവും? കൂടുതൽ ആ ലൈക്കൺ സെൻസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ലൈക്കൻസ് അല്ല, മെജോറിറ്റി ലൈക്കൻസ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷനിൽ ഭയങ്കര വൾണറബിൾ ആണ്. അതായത് നമുക്കൊരു ഏർലി വാർണിംഗ് തരും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യും നമ്മുടെ ലൈക്കൻസ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ലൈക്കൻസ് ഡിസപ്പിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു പൊല്യൂഷൻ വരുന്നുണ്ട്, അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യിക്കുകയാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ലൈക്കൻസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ വളരില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഒരുപാട് ലൈക്കൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഏരിയ എന്തായിരിക്കും? ആ ഏരിയയിൽ പൊല്യൂഷൻസ് കുറവായിരിക്കും. ഒരു ഏരിയയിൽ ഒരുപാട് ലൈക്കൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ പൊല്യൂഷൻ കുറവായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതേ ഏരിയയിൽ തന്നെ ലൈക്കൻസിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ പൊല്യൂഷൻ വന്നു തുടങ്ങി എന്നാണ്. ഓക്കെ, അങ്ങനെ അവിടെ ആ ഒരു ഏരിയ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മുടെ ഈ ലൈക്കൻസിൻ്റെ ഡിസപ്പിയറൻസ്, അതായത് ലൈക്കൻസ് നശിക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഏരിയയിലെ പൊല്യൂഷൻ കൂടിക്കൂടി വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഒരു പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അതിനു വേണ്ടി റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത്രയാണ് അപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസും പറഞ്ഞു, അതുപോലെ തന്നെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടും ലൈക്കൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.